എന്താ നീ ചെയ്യുന്ന കോളേജിൽ വന്നിട്ട്? വായ നോക്കി നടക്കാനോ? അതിനാണോ നീ കോളേജിൽ വരുന്നത്? നിന്റെ റിസൾട്ട്സൊക്കെ ഞാൻ കണ്ടു, മാർക്സൊക്കെ താഴെട്ടാണല്ലോ. സർ, ഐ എം ട്രൈങ്. എങ്ങനെ പഠിക്കാൻ പറ്റും? നിന്റെ മനസ്സിൽ മൊത്തം വേറെ പല ചിന്തകളല്ലേ. ഐഷ, ഇനി ഉഴപ്പ് കണ്ട ഞാൻ റിപ്പോർട്ട് ചെയ്യും. സർ, എന്തിനിപ്പോൾ ഇത്ര റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തേ? എൻ്റെ പുറകിൽ നിന്ന് നടക്കുക. ഇതൊക്കെ ആരും അറിഞ്ഞു കഴിഞ്ഞാൽ അവർ നിന്നെപ്പറ്റി, എന്നെപ്പറ്റി അവരെന്തൊക്കെ പറയും? എൻ്റെ ഫ്യൂച്ചർ വെച്ചാണ് നീ കളിക്കുന്നത്. സ്നേഹം അഭിനയിക്കുകയാണ് നീ. എനിക്ക് വാശിയാണ്. ബാക്കി എല്ലാ ബോയ്സിനെയും പോലെ ഞാനൊരു കുട്ടിക്കളി. നിർത്തിക്കോ, എല്ലാം എന്നത്തോടെ നിർത്തിക്കോ, അല്ലെങ്കിൽ ഞാൻ റിപ്പോർട്ട് ചെയ്യും. നീ വിചാരിക്കുന്ന പോലെ ഒരു ഫീലിങ്സും എനിക്ക് നിന്നോടില്ല. അത് നിന്നോട് പല പ്രാവശ്യം ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ട്. നിന്നെ ഞാൻ കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ സ്റ്റുഡൻസിനും കൊടുക്കുന്ന സെയിം കെയറാണ് ഞാൻ നിനക്ക് തന്നിട്ടുള്ളൂ. എല്ലാവർക്കും കൊടുക്കുന്ന പരിഗണന മാത്രമേ ഞാൻ നിനക്ക് തന്നിട്ടുള്ളൂ. അത് വേറെ രീതിയിൽ എടുക്കരുത്. എന്നിട്ട് ഈ പറയുന്ന എത്ര സ്റ്റുഡൻസിനാണ് സാർ കരിയർ റിസ്ക് ചെയ്തിട്ടുണ്ട്? ബാക്കിയുള്ള ബോയ്സിനെ പോലെ ഞാൻ എൻ്റെ ലൈഫിൽ ഒരാളുടെ ബാക്കിൽ ഇറങ്ങിയിട്ടില്ല. എൻ്റെ അടുത്ത് ഒരാളും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. ഞാൻ ചാൻസ് കൊടുക്കാറില്ല. ഞാൻ കുത്തിയിരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ചത്. എനിക്ക് വേണ്ടിയല്ല, നീ നിനക്ക് വേണ്ടിയാ പഠിക്കേണ്ടത്. ഞാൻ പഠിച്ചോളാം. എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളും. ഞാൻ പഠിച്ചാലും ഇല്ലേലും എൻ്റെ ഫ്യൂച്ചർ പോയാലും സാറിനെന്താ? സാർ എന്തിനാ എൻ്റെ കാര്യം നോക്കുന്നത്? എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ബാപ്പ വീട്ടിൽ കല്യാണം നോക്കുന്നുണ്ട്. എന്തായാലും ഞാൻ കല്യാണം കഴിച്ചു പോയിക്കോളാം. സാറിന് വേണ്ടി ഇനി എന്തായാലും വെയിറ്റ് ചെയ്യണ്ടല്ലോ. എടുത്തിയാടി കല്യാണം കഴിക്കുന്നതാണ് ഇതിന്റെ സൊല്യൂഷൻ. നാളെ ആരും നിന്റെ കൂടെ ഉണ്ടാവില്ല ആയിഷ. അപ്പൊ നീ എങ്ങനെ സർവൈവ് ചെയ്യും? നിന്റെ ഫ്യൂച്ചർ നീ ഇല്ലാണ്ടാക്കരുത്. എന്റെ ഫ്യൂച്ചർ ആയിരുന്നില്ലല്ലോ സാർ. സാറിന്റെ ഫ്യൂച്ചർ അല്ലേ പറഞ്ഞേ? പൊസിഷനിലിരുന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് സാറിന് തെറ്റു പറയാൻ പറ്റില്ലല്ലോ ഐഷ. അതിനിങ്ങനെ കാണിച്ചു വരില്ലാണ്ട് സംസാരിക്കണോ റൂബി? എനിക്ക് ബാക്കിയുള്ള ബോയ്സിനെ പോലാണ് ഇത്ര. എനിക്ക് ആരെയും കിട്ടാഞ്ഞിട്ടാണോ? അതൊന്നും സാർ ഉള്ളിൽ തട്ടി പറഞ്ഞതാവില്ല. നീ ഒന്ന് റിലാക്സ് ചെയ്യ്. ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റൂബി. എനിക്ക് സ്വിച്ച് ഇട്ട് പോലെ ഫീലിങ്സ് ഒഴിവാക്കാൻ പറ്റുമോ? ഈ ഫീലിങ്സ് ഉണ്ടല്ലോ ഭയങ്കര പെയിൻഫുൾ.